Beschließt. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നുള്ളൂ. ഇന്നെൻ്റെ ഹെയർ വാഷ് ഡേ ആണ്. അപ്പം ഞാൻ ഇന്ന് എങ്ങനെയാണ് ഹെയറൊക്കെ വാഷ് ചെയ്യുന്നതെന്നൊക്കെ കാണിക്കാം. പിന്നെ എൻ്റെ ചെറിയൊരു സ്കിൻ കെയർ റൂട്ടീനും. മുടി വെട്ടി ഹെയർ സെറ്റ് ചെയ്തിട്ടാണ് നാട്ടിൽ നിന്ന് വന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് എൻ്റെ കയ്യിൽ ഫോട്ടോ ഒന്നുമില്ല ഹെയർ എത്ര ലെങ്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാവുന്ന പോലത്തെ. പക്ഷെ എന്നാലും ഞാനിവിടെ സൈഡിൽ കാണിക്കാം. ഇപ്പം ഇത്രയും നല്ല ലെങ്ത് ആയി വളർന്നുണ്ട്. എത്ര ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു നാട്ടിൽ നിന്ന് വരുമ്പോൾ. എൻ്റെ മുടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വെച്ച് വെട്ടിയാലും പെട്ടെന്ന് ഓൾറെഡി ഉണ്ടായിരുന്നു ഈ ഒരു ലെങ്ത്തേക്ക് ഒരു 5-8 മാസത്തിൽ വരും. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്ര കൊല്ലെടുത്താലും വളരില്ല. ആ ഒരു ലെങ്ത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് തോന്നും നല്ലോണം കുറേ മുടിയുള്ള ആൾക്കാരെ കാണുമ്പോൾ തോന്നും മുടി തീട്ടി വളർത്താം അങ്ങനെ. അത് കഴിഞ്ഞ് മുടി ഷോർട്ടായിട്ടുള്ള നല്ല രസത്തിൽ സ്റ്റൈൽ ചെയ്ത ആൾക്കാരെ കാണുമ്പോൾ തോന്നും മുടി വെട്ടാം. പിന്നെ ഭയങ്കര മുടി കൊഴിച്ചില്ല, എപ്പോഴും ഭയങ്കര മുടി കൊഴിച്ചില്ല. ഇത് ഇപ്പോൾ ഭയങ്കരമായ താരൻ, അങ്ങനെ ഹെൽത്തി അല്ല മുടി. ഭയങ്കര കൊഴിച്ചിലായ കൊണ്ട് മുന്നത്തെ മുടിയുടെ 4/1 ഇല്ല. ഇപ്പോൾ മുന്നേ തന്നെ അത്രയും മുടി ഉണ്ടായില്ല, ഇപ്പം അത്രയും കൂടെ ഇല്ല. പക്ഷെ ഇപ്പോൾ കുറേ വർഷമായിട്ട് ഒന്നും ചെയ്യണില്ല. അതുകൊണ്ട് തന്നെ മുടിയും സ്കിന്നൊക്കെ ആകെ ഉണ്ടാകും. കണ്ണിൻ്റെ ഇടയിൽ ഭയങ്കര ഡാർക്ക്നെസ്സാണ്. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ 1-2 പാടുകൾ. ഇതൊരെണ്ണം കുരു പൊട്ടിച്ചിട്ട് വന്ന പാടാണ്, പിന്നെ ഇത് പോയിട്ടില്ല അങ്ങനെ. പിന്നെ ഇവിടെ വന്നിട്ട് തീരെ സ്കിൻ കെയർ ചെയ്യാതെ ഭയങ്കര ഡ്രൈ ആയിപ്പോയി. നോർമൽ സ്കിന്നായിരുന്നു എൻ്റെ. ഇപ്പോൾ ഭയങ്കര ഡ്രൈ ആയി ആകെ ഒരുമാതിരി ഭയങ്കര ഒരു അസ്വസ്ഥതയായി തുടങ്ങി. നമുക്കിങ്ങനെ കയ്യൊക്കെ ഇങ്ങനെ തരിതരിപ്പ് ഇങ്ങനെ വരും. നമുക്ക് ആകെ ഒരു ഡ്രൈനെസ്സും ഉണ്ട്. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് പോയിട്ടാണ് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരിതിൽ സെറാവേൻ്റെ ഫേസ് വാഷും സെറാവേൻ്റെ തന്നെ മോയ്സ്ചറൈസറും അണ്ടർ ഐ ക്രീമും മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഹെയർ വാഷ് ഞാൻ ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ചെയ്യാറുള്ളതാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ നല്ലോണം ചൂടാക്കിയിട്ട് തലയിൽ നല്ലോണം മസാജ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ഹെയർ വാഷ് സാധാരണ ഷാമ്പൂ ഇട്ടിട്ട് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെളിച്ചെണ്ണ നല്ലോണം തേച്ചിട്ട് കുറച്ച് നേരം വെച്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ലൈറ്റായിട്ട് എണ്ണ ഓൾറെഡി ഇവിടെ എണ്ണ കട്ട പിടിച്ചിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇങ്ങനെ കാണിക്കും. പൈപ്പിൽ ചൂടുവെള്ളം വരുമ്പോൾ അതിലിങ്ങനെ കാണിച്ച് ഒന്ന് മെൽട്ടാക്കി എടുത്തതിന് ശേഷം എണ്ണ ലൈറ്റായിട്ട് ചൂടാക്കി, ഇന്ന് ഇത്തിരി ചൂട് കൂടിപ്പോയി, ചൂടാക്കിയിട്ട് ഇങ്ങനെ തലയിൽ നല്ലോണം എണ്ണ തേച്ചിട്ട് ഈ സാധനം വെച്ചിട്ട് മസാജ് ചെയ്യും. അപ്പോൾ താരനുണ്ടെങ്കിൽ ബെസ്റ്റാണത്. താരൻ ഇങ്ങനെ അടർന്ന് വരും. നല്ലോണം ഇങ്ങനെ മസാജ് ചെയ്ത് അതിന് ശേഷം ഈ സംഭവം വെച്ചിട്ട് തന്നെ ഷാമ്പൂ ഇട്ട് നല്ലോണം വീണ്ടും മസാജ് ചെയ്യണം കുളിക്കുമ്പോൾ. എന്നിട്ട് വാഷ് ചെയ്ത് കളയാന്നുണ്ടെങ്കിൽ നല്ലോണം താരൻ പോയിട്ടുണ്ടാവും. പക്ഷെ ഇതൊരു പെർമനൻറ്റ് സൊല്യൂഷനല്ല. നമ്മൾ എല്ലാ ആഴ്ചയിലും കുളിക്കുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താരനും ആ ഡ്രൈനെസ്സൊക്കെ മാറിയിട്ടൊരു തലയ്ക്കൊരു ഭാരം കുറഞ്ഞ പോലത്തെ ഒരു ഫീല് നമുക്കുണ്ടാവും. അങ്ങനെ നമുക്ക് കുറച്ച് ഹെയറിലും കൂടെ വെളിച്ചെണ്ണ തേച്ചിട്ട് കണ്ടോ
കാണുന്നുണ്ടോ ഗൈസ്? വെറുതെ തൊട്ടാൽ മതി, അത്രയും മുടി കയ്യിലിരിക്കും. നമുക്കൊരു അരമണിക്കൂറോ 1.25 വെയിറ്റ് ചെയ്യാം. ഇവിടെ ഭയങ്കര മഴക്കാറാണ്. വേണമെങ്കിൽ മുഖം ഡബിൾ ക്ലെൻസിങ് മെത്തേഡിൽ വാഷ് ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ തേച്ച് ആദ്യം. ഇത് പാരച്യൂട്ടിൻ്റെ വെളിച്ചെണ്ണയാണ് ഞാൻ തലയിലും മുഖത്തും തേക്കുന്നത്. വെളിച്ചെണ്ണ തേച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുറച്ച് നേരം ഫേസ് മസാജൊക്കെ ചെയ്യാം. നല്ലതാണ്. കണ്ണിൻ്റെ അടിയിലത്തെ കറുപ്പ് ഇപ്പം എന്നെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് ഗൈസ്. അപ്പം എൻ്റെ അടുത്ത് കുറേ പേര് ഇങ്ങനെ ചോദിക്കുക, എന്താ പറ്റിയത്, കണ്ണിൻ്റെ അടിയിൽ ഭയങ്കര കറുപ്പായല്ലോ, ഭക്ഷണം കഴിക്കണില്ലേ, ഉറക്കം ശരിയല്ലേ, ഡിപ്രഷനാണോ, സ്ട്രെസ്സാണോ, അങ്ങനെയൊക്കെ, എന്താ വയ്യേ, ബ്ലഡില്ലേ, അങ്ങനെയൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി എനിക്ക് പണ്ടിലേ തൊട്ടിട്ട് കണ്ണിൻ്റെ ഇടയിൽ ചെറിയ കറുപ്പുണ്ട്, മൈഗ്രെയിനൊക്കെ ഉള്ളത് കൊണ്ട്, കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്. പക്ഷേ ഇപ്പോൾ ഭയങ്കര കൂടുതലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒറ്റയ്ക്കായതുകൊണ്ടും പിന്നെ ഇവിടെ TV കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഞാൻ ആകെ ഫോണാണ് ഏത് നേരവും. മിണ്ടാൻ ആരില്ലാത്തതുകൊണ്ട് ഫുൾ ടൈം ഫോണാണ്. പിന്നെ നാട്ടിലേക്ക് വിളിക്കാനും പിന്നെ അത് കഴിഞ്ഞ് വേറൊരു എൻ്റർടൈൻമെൻറ്റോ കമ്മ്യൂണിക്കേറ്റ് മറ്റുള്ളവരായിട്ട് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് കിട്ടുന്ന സമയത്തൊക്കെ പരമാവധി ഞാൻ ഫോൺ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കും. എനിക്ക് ആഗ്രഹമുണ്ട് ഫോൺ ഉപയോഗം കുറയ്ക്കണം എന്നൊക്കെ. പിന്നെ ഇത് ഭയങ്കരമായിട്ട് ഞാൻ ഈ ഫോണിൻ്റെ ലൂപ്പിലും പെട്ടുപോകും എപ്പോഴും. ഇപ്പോൾ ഒരു വീഡിയോ ഇത് കഴിഞ്ഞ് എന്തായാലും എടുത്തു വയ്ക്കാമെന്ന് വിചാരിച്ച്, ചിലപ്പോൾ മുടക്കുള്ള ദിവസമൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ മുടക്കല്ലേന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ നാളെ മുടക്കല്ലേ, നേരം വൈകി എനിറ്റാൽ മതിയല്ലോ എന്നുള്ളൊരു മൈൻഡിൽ 4 മണി വരെയൊക്കെ ഫോൺ നോക്കി ഇങ്ങനെ കിടക്കും. അതെനിക്ക് തന്നെ ഞാൻ തന്നെ എന്നെ ചീത്ത പറഞ്ഞ് ഫോഴ്സ് ചെയ്തിട്ടാവും അപ്പോഴും ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ടാവും. അത്രയും ഭയങ്കരമായിട്ട് ആ ലൂപ്പിൽ പെട്ടുപോകും. പിന്നെ അതുപോലെ തന്നെ സിനിമകൾ ഇപ്പോൾ മുടക്ക് കിട്ടുമ്പോൾ ഒക്കെ ഞാനൊരു ദിവസത്തിൽ തന്നെ ഒരു 4 സിനിമയൊക്കെ വരെ കാണും. ഡൗൺലോഡ് ചെയ്യുക, കാണുക, അടുത്ത് അത് അപ്പോഴേക്കും അത് ഡിലീറ്റ് ചെയ്യുക, അടുത്ത് ഡൗൺലോഡ് ചെയ്യുക, കാണുക, ഡിലീറ്റ് ചെയ്യുക, ഇങ്ങനെ. അപ്പോൾ അത് അങ്ങനെ ഫോണിൻ്റെ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് കണ്ണിൻ്റെ ഇടയിൽ കറുപ്പ് കൂടിയത്. ഞാനിത് എന്തായാലും ഇപ്പം ഞാൻ സെറാവേൻ്റെ ഒരു അണ്ടർ ഐ ക്രീം മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാനിപ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ട്. ഒരു 2 ആഴ്ച ഉപയോഗിച്ച് നോക്കിയിട്ട് ഡിഫറൻസ് ഉണ്ടോ എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം കേട്ടോ. ഡിഫറൻസ് ഉണ്ടോ? ഇനി നമുക്ക് എൻ്റെ സ്കിൻ കെയറിലേക്ക് പോകാം. സ്കിൻ കെയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ വാസ്ലിൻ്റെ ഒരു ലിപ് ബാമാണ് ഉപയോഗിക്കുന്നത്. ഇത് സെറാവേൻ്റെ അണ്ടർ ഐ ക്രീമാണ്. പിന്നെ കണ്ണിൻ്റെ അടിയിൽ ഭയങ്കരമായിട്ട് ഡാർക്ക് സർക്കിൾസ് ഉള്ളത് കൊണ്ട് പല ചോദ്യങ്ങൾ എനിക്ക് വരുന്നതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യമായിട്ട് ഇത് മേടിച്ചത്.
കണ്ണിൻ്റെ അടിയിലാണ് എനിക്ക് കറുപ്പ് കൂടുതൽ, കണ്ണിൻ്റെ മുകളിൽ വലിയ കുഴപ്പമില്ല. എനിക്ക് ഓൾറെഡി പണ്ടിലേ തൊട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ വന്നിട്ടിപ്പോൾ കുറച്ച് കൂടിയുണ്ട് ഫോൺ ഉപയോഗം കാരണം. കഴിഞ്ഞാൽ സെറാവൻ്റെ ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ലോഷനാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇതുതന്നെയാണ് ഞാൻ ഫേസിൽ യൂസ് ചെയ്യുന്നത്. കാരണം എൻ്റെ ഇവിടെ വന്നതിന് ശേഷം ഭയങ്കര സ്കിൻ എപ്പോഴും ഡ്രൈ ആവുന്നതുകൊണ്ട് ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്. ഞാൻ ഇതെന്തെന്നറിയില്ല, കണ്ണിൻ്റെ കൂടെ ഒരു കുരു പോലെ വരുന്നുണ്ട്. അപ്പം ഇതാണ് എൻ്റെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോസ്. ഇപ്പോൾ ഇത് രണ്ടും പിന്നെ ഫേസ് വാഷും ഞാനിപ്പോൾ 2 ദിവസം മുന്നേ മേടിച്ചാണ്. സ്കിൻ ഭയങ്കരമായിട്ട് ഡാമേജ് ആയി തുടങ്ങിയപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് മേടിച്ചാണ്. അതെനിക്ക് ഭയങ്കര 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 ഇഷ്ടമാണ്. ഭയങ്കര സുഖമാണത്, നല്ല കംഫർട്ടിക്കാണ്. പിന്നെ വിറ്റമിൻ സി ഇത് ഓൾമോസ്റ്റ് തീരാറായി. ഇതും കുഴപ്പമില്ല, ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യാറുണ്ടായില്ല, പക്ഷെ ഇത് തീരാറായി. ഇനി സ്കിൻ കെയർ ഞാൻ ഇന്നലെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിനൊപ്പം ഒരു സീറം എന്തായാലും വേണം. അപ്പോൾ ഞാനിത് തീർന്നു, എന്തായാലും ഒരെണ്ണം മേടിക്കണം. അതുവരെ ഇത് തൽക്കാലത്തേക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇവിടുത്തെ വെതർ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. മഴ കാറുള്ളത് കൊണ്ട്. ബാക്ക് സൈഡ് കാണിച്ചു തരാം. എൻ്റെ വ്യൂ ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം, റൂമിൽ നിന്നുള്ള. ഇതാണ് സൂര്യേട്ടൻ. അയ്യോ, നല്ല മഴക്കാരാണ്.